നമസ്കാരം, സുമിയാണ്. ഹാപ്പി സുമി ആസ് ഓൾവേസ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു കാരണം തന്നെ എനിക്ക് പറയാനുണ്ട്. ഒരു വലിയ സ്റ്റോറിയാണ്. അത് ഞാനും ഭാവിയും കൂടെ പിന്നൊരു ചെറിയൊരു ഷോട്ടിലിടാം. അവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ടയർഡായിട്ട് തൊട്ടടുത്ത ദിവസം ഇരിക്കുകയാണ്. സെലിബ്രേഷൻ വമ്പനായിരുന്നു കേട്ടോ. കാരണം ഫുഡ് പോയിസൺ അടിച്ച് കിടപ്പിലായിരുന്നു ഫുൾ. അങ്ങനെ ഒരു കേക്ക് കട്ടിങ് പോലും ഉണ്ടായിരുന്നില്ല. വലിയ രീതിയിൽ എന്താണ് മൈലേജ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും വിഷും കാര്യങ്ങളൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, ഒന്നും ഉണ്ടായില്ല. പാവം കൊച്ചുകൂടെ കിടപ്പായിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റാതെ. ഞാനും അവൾക്ക് വേണ്ടിയിട്ട് ഞാനും വിട്ടുപോയി. അങ്ങനെ മൊത്തത്തിൽ അതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ചോദിച്ചു പെട്ടെന്നൊരു വീട്ടിൽ ചുമ്മാ ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോൾ കണ്ട സ്ഥിതിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം സപ്പോർട്ട് വേണം. ചാനൽ വളരെ താഴെ നിൽക്കുകയാണ്. ചാനലിനെ പൊക്കിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, ലൈക്ക് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അടിച്ചാലേ ഫസ്റ്റ് വരുള്ളൂ നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഹിന്ദി നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയല്ലോ. വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ചാലഞ്ച് എന്താന്ന് ചോദിച്ചാൽ Guess the Malayalam movie by its BGM. ഗസ് ദ മലയാളം മൂവി, സിനിമയുടെ പേര്, അതിലേതെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടും. ഞാൻ ഐഡന്റിഫൈ ചെയ്യണം. ദിസ് ഇസ് എ ടാസ്ക്. റെഡി, പ്ലേ. Okay, first song. ക്രൈം, കുഞ്ചാക്കോന്റെ ജയറാം, കുഞ്ചാക്കോവൻ, മനോജ് കെ ജയൻ. ജയറാം കുഞ്ചാക്കോവൻ ഏതിൽ അഭിനയിച്ചിട്ടുണ്ട്? മനോജ് കെ ജയൻ, ജയറാം, യെസ്, ബിജു മേനോൻ. ഒരു 4 പേര് ഫ്രണ്ട്സ് കോളേജിലൊക്കെ പോകുന്നത്. അതാണ് പടം. സിനിമയുടെ പേര് മറന്നുപോയി. നെക്സ്റ്റ്. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കുന്നു. അതല്ല സിനിമയുടെ പേര്. ഓ കുട്ടി, ഏതായിരുന്നു? അഞ്ചാം പാതിര. അതിലല്ല ഞാൻ വിചാരിച്ചു. സോറി, റോങ് ഗസ്. പക്ഷെ കുഞ്ചാക്കോവൻ കറക്റ്റ് ആയിരുന്നു. അഞ്ചാം പാതിര. 0. ജയറാം കുഞ്ചാക്കോവൻ. ഞാനിത് റീസെന്റ് അല്ല, കുറെ തവണ കണ്ടിട്ടുണ്ട് ഈ സിനിമ. അവൻ റിപ്പീറ്റ് ഞാൻ കാണാറുണ്ട്. ഹീറോ ഞാൻ ഇതിന് വെറുതെ നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ. ദുൽഖർ ഉണ്ട്, സുരേഷ് ഗോപി ഉണ്ട്. ദുൽഖർ, സുരേഷ് ഗോപിയോ? ഒരു കോംബോ തിരിച്ചു വന്ന മൂവിയാണ്. പണ്ടത്തെ ഒരു ഫേമസ് സിനിമയുടെ കോംബോ തിരിച്ചു വന്ന ഒരു മൂവിയാണ്. വരണേ ആവശ്യമുണ്ട്. തരാനൊന്നും പറ്റൂല. വാവ്, അവിടെ നിന്ന് കേൾക്കൂല. ഒന്നുകിൽ ഇങ്ങോട്ടൊന്നും മൈക്കില്ല. ശരി. ഓക്കെ, അടുത്തത് നെക്സ്റ്റ്. ബാംഗ്ലൂർ ഡേയ്സ്. അതേത് പാട്ട്? എന്റെ ചോദിക്കണ ഗോപിസുന്ദറിന്റെ പാട്ടാ. അയ്യോ, ഒരു ക്ലൂ കൊടുത്താ. എനിക്ക് അറിയാം. പർട്ടിക്കുലർ സീനിലുള്ള ഒരു സംഭവം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. എപ്പോഴേലും ആ സീസൺ, അത് ഉള്ള സീസൺ വരുമ്പോ എന്നെ കൊണ്ടുപോയി കാണിക്കണേന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അമ്മ ഈ എൻക്വയർ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഉള്ള ആ സീസൺ ഉണ്ടോ എന്ന്. എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, മ്യൂസിക് നന്നായിട്ട് അറിയാലോ. കുമ്പളങ്ങി നൈറ്റ്സ്. ശരിയാ. ശരി. എന്ത് 03 അല്ലേ? 30. എനിക്ക് കിട്ടുന്നില്ല. ക്ലൂ തരാം. ഇത് മലയാളം ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്ന സിബ്ലിങ്സ് ഉണ്ട്. ആ സിബ്ലിങ്ങില് രണ്ടാമത്തെ ആളുടെ മോള് ഈ സിനിമയിൽ പാടിയിട്ടുണ്ട്. എന്തൊരു ക്ലൂ ആണ് ഇത്?
മലയാളം ഇൻഡസ്ട്രിയില് അമ്മ അല്ല ഫാമിലി ഫുൾ അമ്മ അച്ഛൻ 2 മക്കള് ബോയ്സ് ആണ്. 2 മക്കള് സിനിമയിലുണ്ട്. അച്ഛൻ ഇപ്പോൾ ഇല്ല. അപ്പോ പൃഥ്വിരാജ്. അതിലെ രണ്ടാമത്തെ മോന്റെ പൃഥ്വിരാജ്, മൂത്തതാണ് ഇന്ദ്രജിത്ത്. ഇയാൾ ഉദ്ദേശിക്കുന്ന മൂത്താളാണോ ഇന്ദ്രജിത്ത്? പ്രാർത്ഥന പാടിയ മോഹൻലാൽ. അമ്മ പോണം അമ്മ പോണം. ആ കുട്ടി ആദ്യം പാടിയതില്ല. ലാലേട്ട ആദ്യം പാടിയ ഞാൻ പറഞ്ഞിട്ടില്ല. ഹെലൻ. ഹെലൻ അറിയില്ലായിരുന്നു. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന ടോട്ടലി ഫെയിൽഡ്. എഴുതി കാണിച്ച പോരെ. ഒരു ഗസ് ഇല്ലേ? നോ ഐഡിയ. കപ്പേള. നോ ഐഡിയ. അയ്യോ നല്ല അറിയാന്നുള്ള പാട്ട്. നോ ഐഡിയ. വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. എന്നാ ക്ലൂതാ. എനിക്ക് എനക്കറിയോ? ഈ സിനിമ എന്ന് പറയുന്നത് തണ്ണീർമത്തൻ ദിനങ്ങൾ. അടുത്തത് ഈ ചലഞ്ചിൽ ഞാൻ തോറ്റതായി പ്രഖ്യാപിക്കും. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. പറ്റില്ല. എന്നാ ഒരു പാട്ട് താ, അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ ശബ്ദം താ, അങ്ങനെ എന്തെങ്കിലും താ. ഇത് കൊള്ളത്തില്ല. ഓക്കെ ശരി. അടുത്തത് ജസ്റ്റ് ദ മൂവി ബൈ ഇറ്റ്സ് സോങ്. പാട്ട് കൊണ്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റത്തെ ഇങ്ങോട്ട് നോക്കരുത്. ഇല്ല. ജസ്റ്റ് ഫോക്കസ് ഓൺ ദിസ് ക്യാമറ. എനിക്ക് ഇടക്കണ്ടിട്ട് കാണാം. നമ്മളിങ്ങനെ കണ്ട് നേരെ അത് കാണാൻ അപ്പുറത്ത്. ശരി. എന്നെ വെച്ച് ഒന്ന് കാമഡിക്ക് വേണ്ടി പണ്ടല്ലേ. ജീവാംശമായി ഫ്രം ദ മൂവി ടോവിനോ തോമസ്, സംയുക്ത, തീവണ്ടി. താളം തുള്ളി, രാവണപ്രഭു. അടുത്തത് അയ്യോ എനിക്കറിയായിരുന്നു ഞാൻ, പക്ഷെ ഇടക്കണ്ടിട്ട് നോക്കിയത് കറക്റ്റ് ആയിരുന്നു. നോക്കിയതല്ല, പാട്ട് വിഷ്വൽ കാണിക്കുന്നുണ്ടോ നോക്കിയതാണ്. ഇനി ഹരിഹരൻ, തേമാവിൻ കൊമ്പത്ത്. തുടക്കം ഇടൂലേ? തുടക്കം ഫഹദ് ഫാസിൽ, സായി പല്ലവി ഫ്രം ദ മൂവി അപരനോ അല്ലല്ല എന്തായിരുന്നു? അയ്യോ സിനിമയുടെ പേര് എനിക്കറിയാം. സിനിമയുടെ പേര് ഞാൻ വിട്ടു. പക്ഷെ അതിപ്പം പൊട്ടനാണ് മുതലാളി. വെറുതെ കണകുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെ പ്രേമം. എളുപ്പല്ലേ? എല്ലാം പറഞ്ഞ അപരൻ ഒഴിച്ചാക്കി. വെട്ടൻ. അയ്യോ എന്ത് നല്ല പാട്ട്. വെട്ടം. അതിശയകരഭാവം ഉയരെ നീ മുകിലോ ചാത്തി നീ അണയുമ്പോ ചിത്രം. ആരുടെ മൂവി? നോ. പാട്ടിന്റെ തുടക്കട്ടെ. അയ്യോ ഞാൻ തുടക്കം ഇട്ടിരുന്നെങ്കിൽ പറഞ്ഞേ. പല്ലവി കേട്ടെങ്കിൽ പറഞ്ഞേ. ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ ഇനി അടുത്ത പാട്ട്. ഞാൻ ബാക്കി എന്നാലും എനിക്ക് കിട്ടൂ. നോക്കി 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 നിന്നു
കാത്ത് ദുൽഖറിന്റെ പാട്ട്. സിനിമയുടെ പേര് മറന്നു. നോക്കി നോക്കി എന്ന് പാടിയിരിക്കുന്ന പാട്ട്. സിനിമയുടെ പേര് ജോമോന്റെ സുവിശേഷങ്ങൾ. നല്ല പടം. ചന്ദ്രലേഖ. എന്റെ അമ്മോ, ഈ പാട്ട് ഒരു ചെറിയ ഇതുകൂടെ പറയട്ടെ, ഫ്ലാഷ് ബാക്ക്. വേറൊന്നുമില്ല, ടേപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്ന സമയം ഈ പാട്ടിലെ ഡയലോഗ്സ് ഉൾപ്പെടെയാണ് ആ കാസറ്റിൽ നമുക്ക് കിട്ടുക. കേട്ട് 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 അതിൽ ഏത് ഡയലോഗ് കേട്ടാലും ഇപ്പൊ ചോദിക്കരുത്, ഞാൻ പക്ഷെ പറയും. അതന്നെ ഈ പാട്ട്. അത് മറ്റേ പാട്ടുണ്ടല്ലോ, അമ്മൂമ്മക്കിളി വായാടി, അതൊക്കെ ഞാൻ ഇഷ്ടംപോലെ പാടിയിട്ടുള്ള പാട്ടാണ്. നെക്സ്റ്റ് കാര്യസ്ഥന അമ്മ പോണ ദിലീപിന്റെ അല്ലേ? ദിലീപിന്റെ അല്ലേ? ആസിഫ് അലിയുടെ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഇതിന്റെ തുടക്കം എന്തായിരുന്നു? ഓക്കെ, വിദ്യാജി. പൂലിക്ക് മുരുക 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 മുരുക. നെക്സ്റ്റ് അതിന്റെ തുടക്കം പല്ലവി പല്ലവി പാട്ട്. based on a true story. അതെ, എനിക്ക് മനസ്സിലായി. എന്റെ പല്ലവിതാ. എനിക്ക് പല്ലവി കേട്ടാലേ കിട്ടുള്ളൂ. തുടക്കം അങ്ങനെ കാത്തിരുന്നു. അയ്യോ, ഞാനിതെങ്ങാനും പറയാതിരുന്നാലോ. പ്രിയപ്പെട്ട പൃഥ്വിരാജിന്റെയും പ്രിയപ്പെട്ട പാർവതി തിരുവോണത്തെയും എന്റെ എന്ന് സ്വന്തം മൊയ്തി. എന്റെ സ്വന്തം എന്ന് സ്വന്തം മൊയ്തി അല്ല, എന്ന് നിന്റെ മൊയ്തി. ഇതൊക്കെ തെറ്റിക്കാവോ സമയം? പാട്ട്. ആ, എനിക്ക് അടുത്ത പാട്ട് അമ്മ ഗസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അന്നോ ചാലഞ്ച്. ദിലീപ്, നമിത പ്രണോയ്, ചന്ദ്രേട്ട, സുമിത്ര വിളി. അല്ല, ചന്ദ്രേട്ട എവിടെയാണ്? പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഏതാ പാട്ട്? പാട്ട് കിട്ടിയില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ബിഗ് ബോസിൽ ലാലേട്ടൻ ഒരാളായിട്ടും ബന്ധം ഉണ്ടായിരുന്നു. ദൃശ്യം. കഴിഞ്ഞു. ചാലഞ്ച്, രണ്ടാമത്തെ ചാലഞ്ച്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതല്ല, എനിക്ക് പറ്റുള്ളൂ. അടുത്ത മാളു. അടുത്തത്. സോ എന്റെ ഈ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ ആദ്യമേ ഗസ് ചെയ്തോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ കമന്റിൽ ഇടണം. ഇതൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും നമ്മൾ ആ കോമ്പറ്റീഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്കത് ഉണ്ടോ ഇല്ലയോ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുന്നത്. അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എവിടെയും എത്തത്തില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നെ കട്ടയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എന്താണ് ആഡ് ചെയ്യാനുള്ളത്? അസംബ്ലി പിരിച്ചുവിട്ടു. ഇതിന്റെ പാർട്ട് 2 വരുന്നുണ്ട്. വിത്ത് മൈ ഗേൾ ചൈൽഡ് വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇനി പുതിയ പുതിയ ഇതുപോലുള്ള രസകരമായിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം. ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയണം. പക്ഷേ സപ്പോർട്ട് മറക്കരുത്. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹേർഡ് ഓൾവേസ്. കീപ് സ്മൈലിംഗ്.